എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചിന്മയാ മിഷൻ പരമാചാര്യൻ സ്വാമി ചിന്മയാനന്ദയുടെ 108ാം ജന്മവാർഷിക ആഘോഷം 2024 ജനുവരി 24 മുതൽ 30-ാം തീയതി വരെ വളരെ പ്രൗഢമായ ചടങ്ങുകളോടെ പാലക്കാട് ആഘോഷിക്കുകയുണ്ടായി. ചിന്മയാ മിഷൻ ഗ്ലോബൽ ഹെഡ് സ്വാമി സ്വരൂപാനന്ദയുടെ ആചാര്യതയിലുള്ള ആത്മീയ സമ്മേളനം സംസ്കാര മെഗാ ഗീതാജ്ഞാന യജ്ഞത്തിന് ഇന്ദിരാഗാന്ധി മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ ജനുവരി 24 തിരിതെളിഞ്ഞു. ഈ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക്, ഷെയർ ആവാം. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം. ഈ പരിപാടി ജനുവരി 24 ബഹുമാനപ്പെട്ട കേരള ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ഘാടനം നിർവഹിച്ചു. തുടർന്ന് ജനുവരി 25-ാം തീയതി വ്യാഴാഴ്ച നാരീ ശക്തി ദിനം ആഘോഷിച്ചപ്പോൾ വിവിധ നാരായണീയ സമിതികൾ ചേർന്ന് നാരായണീയ പാരായണം ചെയ്യുകയുണ്ടായി. 26-ാം തീയതി വെള്ളിയാഴ്ച അമൃതജീവനം പരിപാടിയിൽ രക്തസാക്ഷിത്വം വരിച്ച ധീര ജവാന്മാരുടെ കുടുംബത്തിന് ആദരവ് അർപ്പിക്കുന്ന ചടങ്ങായിരുന്നു. വേദിയിൽ വെച്ച് നൽകപ്പെടുന്നതാണ്. ഈ വേദിയുടെ പുറകുവശത്തുള്ള സേവാഭാരതിയുടെ കൗണ്ടറിൽ ട്രഷർ ഫണ്ടിന്റെ കൂപ്പൺസ് നമുക്ക് ലഭ്യമാണ്. അത് നമ്മൾ വാങ്ങി ഈ സംസ്കാരയുടെ ഒളിഞ്ഞിരിക്കുന്ന നിധിയെ എന്താണെന്ന് നമ്മൾ അതിൽ എഴുതി നമ്മുടെ പേരും വിവരങ്ങളും അതിൽ നൽകുക. ശരി ഉത്തരം ലഭിക്കുന്നവർക്ക് സമ്മാനം ഈ വേദിയിൽ നിന്നും ലഭിക്കുന്നതാണ്. ആചാര്യൻ തത്വരസികൻ ശ്രീ പ്രസാദ് പുളിക്കലിന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ ഏകദേശം 50 പേർ ഒരേ യൂണിഫോമിൽ ആ വലിയ വേദിയിലിരുന്ന് ഹരിവരാസനം പാരായണം ചെയ്തു. ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. ഇന്ന് ഹരിവരാസനം ദിനമായിട്ടാണ് നമ്മൾ ആചരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് മെഗാ ഹരിവരാസന ആലാപനം സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ
28-ാം തീയതി യുവജന ദിനവും 29-ാം തീയതി നാട്ടരങ്ങും 30-ാം തീയതി ആധ്യാത്മിക ദിനമായും ആഘോഷിച്ചു. എല്ലാ ദിവസവും വൈകുന്നേരം 6 മണി മുതൽ 7:30 വരെ സമ്മർദ്ദമില്ലാതെ വിജയം എന്ന വിഷയത്തെ ആസ്പദമാക്കി സംപൂജ്യ സ്വാമി സ്വരൂപാനന്ദജിയുടെ ഗീതാജ്ഞാനയജ്ഞം ഉണ്ടായിരുന്നു. കൂടാതെ ഉച്ചയ്ക്ക് ശേഷം തിരുവാതിരക്കളി, സംഗീത നൃത്താവിഷ്കാരം, ഭജൻ, നൃത്താവിഷ്കാരം തുടങ്ങിയ വിവിധ കലാപരിപാടികളും അരങ്ങേറിയിരുന്നു. ഇന്ദിരാഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി സംസ്കാരയുടെ വേദിയിൽ ബഹുമുഖ പ്രതിഭകളായ മഹത് വ്യക്തികൾ, ആത്മീയാചാര്യന്മാർ, സന്യാസി ശ്രേഷ്ഠർ, കലാ സാംസ്കാരിക സാമൂഹ്യ പ്രവർത്തകർ തുടങ്ങി നിരവധി വ്യക്തിത്വങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള മഹാസമ്മേളനം പാലക്കാട് ജില്ലയ്ക്ക് തന്നെ പുത്തനുണർവും ഊർജവും നൽകി. സംസ്കാരയുടെ സംഘാടകർക്ക് നിത്യശ്രീയുടെ അഭിനന്ദനങ്ങൾ, ആശംസകൾ. വിശിഷ്ടാതിഥികളെ, സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും സാദര പ്രണാമം. വിവേകാനന്ദ സ്വാമികളുടെ ജന്മദിനം ഏതാനും ദിവസം മുമ്പ് ദേശീയ യുവജന ദിനം നമ്മൾ ആഘോഷിച്ചിട്ടേ ഉള്ളൂ. വിവേകാനന്ദ സ്വാമികൾ പറയുകയുണ്ടായി, ശ്രേഷ്ഠമായ ഒരു സംസ്കാരത്തിൻ്റെ ഉടമകളാണ്, സനാതന ധർമ്മത്തിൻ്റെ ഉടമകളായ നമ്മൾ. ഈ സനാതന ധർമ്മത്തിൻ്റെ മുത്തുകൾ ചിന്മയാനന്ദ മിഷനോടൊപ്പം ചേർന്നിട്ടാണ് ഈ പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ചിന്മയാനന്ദജിയെ കുറിച്ച് ഒത്തിരി വായിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത കാര്യങ്ങൾ പലപ്പോഴും ഈ ആനന്ദത്തിലേക്ക് എത്താൻ പറ്റാതെ ജീവിതത്തിൽ നമ്മൾ ഒത്തിരി ബുദ്ധിമുട്ടുകളും മുന്നോട്ട് പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുകയും ഈ ആനന്ദം, ഈ ഒരു സന്തോഷം നമുക്ക് വീട്ടിലെടുക്കാനായിട്ട് സംസ്കാരങ്ങൾ, ഈ ഒരു ആത്മീയ കോൺക്ലേവ് നമുക്ക് സഹായകരമായി തീരുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഞാൻ സംസ്കാരികമായി ബന്ധപ്പെട്ടുള്ള ഒത്തിരിയേറെ മതവ്യക്തിത്വങ്ങളുമായ നല്ല പരിചയപ്പെടുകയെ പ്രത്യേകിച്ച് രവീന്ദ്രനാഥ്, അതുപോലെ ഡോക്ടർ അമ്പത്മാര്, പരിഗണ ചേച്ചി, ഇവരൊക്കെയായി തിരുവനന്തപുരം കോളേജിൽ നല്ല ബന്ധമുണ്ടായിരുന്നു, ഇപ്പോഴുണ്ട്. ആ ഒരു ബന്ധത്തിലാണ് ഇന്നത്തെ ഈ ഒരു ഇതിലേക്ക് അവരെന്നെ സമർപ്പിക്കുന്നു ഞാൻ വിചാരിക്കുകയാണ്. എന്തായാലും ഇവിടെ വരുമ്പോൾ വലിയ സന്തോഷം, ഒരു ആത്മീയ എനർജി എനിക്ക് ലഭിക്കുകയാണ്, ഒരു വലിയ ഒരു പോസിറ്റീവ് എനർജിയാണ് ഞാൻ നിൽക്കുന്നത്. അപ്പൊ ഇവിടെ വന്ന് ഹരിരാസനൊക്കെ പാടി, ഇത് പണ്ട യേശുദാസൊക്കെ പാടി യാതൊരു സകലയിലേക്ക് യൂട്യൂബിലൊക്കെ കേൾക്കാം. ഇത് നിങ്ങളുടെ നൽകാൻ കഴിയില്ല. എന്നിരുന്നാലും ആധുനിക ഇന്ത്യയിലെ നിയമസംഹിത ഒരുപോലെ വിവാഹമോചനം, അനന്തരാവകാശം, ജീവനാംശം തുടങ്ങിയ കാര്യങ്ങൾ ഇന്ത്യയുടെ സ്വകാര്യ നിയമങ്ങൾക്ക് ഒരു വ്യക്തിയുടെ മതവുമായി വേദിയിലെ സദസ്സിലെ സജ്ജനങ്ങളെ എല്ലാവർക്കും നമസ്കാരം. ആദ്യം ഞാൻ പറയട്ടെ, ഈ നമുക്ക് ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ ശരീരത്തിൽ പകുതി മതി. ഞാൻ എഴുതുന്നതൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന കാര്യം ഈ പകുതി നോക്കാം. പക്ഷേ ഈ പകുതി ഭാഗങ്ങൾ ഞാൻ ഉപയോഗിക്കും, അത് ഉപയോഗിക്കാൻ ഞാൻ തയ്യാറാണ്, ഉപയോഗിക്കും എന്നതാണ്. അപ്പോൾ
ഞാൻ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളാണ് പറയുന്നത്. പത്രങ്ങളിൽ തല കാഴ്ചു വച്ചേ ഉറങ്ങിയുള്ളൂ, സീത ഉറങ്ങിയുള്ളൂ. ഈ പാട്ടുകൾ നിങ്ങൾ ആലോചിച്ചത് മയങ്ങും നിരാശാഭാഷങ്ങൾ അധർമ്മങ്ങളും രാമശിലയായി കറുത്തുവോ കൽപ്പാന്തവാരി. ഒരുപാട് സന്തോഷം കാര്യമുണ്ട്. കാരണം ജോൺസൺ എന്ന പ്രസിദ്ധനായ ചിന്തകനോട് ഒരിക്കൽ ഒരു സദസ്സിൽ നിന്ന് വന്ന ഒരു കമന്റ് അദ്ദേഹം പറഞ്ഞത് ഓർമ്മയോടെയാണ്. ഒരു വലിയ പരിപാടിയിൽ സംബന്ധിക്കാൻ വേണ്ടി അദ്ദേഹം എത്തി. കുറിച്ച് മലയാളത്തിലെ ബൃഹത്തായ ഭാഷാ നിഘണ്ടു ശബ്ദധാരാവലി സൂചിപ്പിക്കുന്നത് പരബ്രഹ്മ സൂചകമായ പ്രണവം ഓംകാരം. വേദിയിലും സദസ്സിലും സന്നിഹിതരായ സ്നേഹനിധികളായ പ്രിയ സഖ്യതകളെ ഏവർക്കും സാദര നമസ്കാരം. ഏറെ വൈകിയ വേളയിൽ ഒരു വലിയ പ്രഭാഷണത്തിൻ്റെ സ്ഥാനമില്ലാത്തതുകൊണ്ട് ഈ സംസ്കാരയുടെ മഹത്തായ ചടങ്ങിൽ പങ്കെടുക്കുവാൻ അവസരം ലഭിച്ചതിൽ ധന്യത അറിയിച്ചുകൊണ്ട് ഏതാനും ചില വാക്കുകൾ. 1950 ജനുവരി 26 ഭാരതത്തിന് ഭരണഘടന ഉണ്ടായ ദിവസം, റിപ്പബ്ലിക്കായ ദിവസം ഇന്നലെയായിരുന്നു. എന്നാൽ ഇന്ത്യക്കൊരു ഭരണഘടന നമ്മളവർ സ്വീകരിച്ചു. അവർക്ക് നമ്മൾ പള്ളി പണിത് കൊടുത്തു. സെന്റ് തോമസും കൂട്ടരും ക്രിസ്തുമതമായി വന്നപ്പോൾ നമ്മളവരെ സ്വീകരിച്ചു. നമ്മളവർക്ക് ചർച്ച് പണിത് കൊടുത്തു. ലോകം മുഴുവൻ ജൂതപുരാണ കഥകൾ എന്ന് പറയുന്നത് ഭാവാത്മകങ്ങളായ ദൈവിക ചിന്തയെ ഉയർത്തുന്ന സത്യത്തിന്റെ സാക്ഷാത്കാരത്തെ പ്രതിപാദിക്കുന്ന കഥകളാണെങ്കിൽ, നേരത്തെ ബഷീർ സാറൊക്കെ സൂചിപ്പിച്ച വേദാന്തം എന്ന് പറയുന്നത് സർവ്വതിലും ഈശ്വരനെ കണ്ടതാണ്. അങ്ങനെയുള്ള വേദാന്തികൾക്ക് ക്ഷേത്രങ്ങളുടെ ആവശ്യമില്ല, അവർക്ക് ഭജനയും പൂജയും ആവശ്യമില്ല. 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയോട് 1, 1, 2 എന്ന് പഠിപ്പിക്കുവാൻ അധ്യാപകൻ മഞ്ചാടിക്കുരു ഉപയോഗിക്കുന്നു. എന്നാൽ ഇതേ കുട്ടി MSc മാത്തമാറ്റിക്സ് എടുത്തിട്ട് സന്തോഷപൂർവ്വം എൻ്റെ നന്ദി ഞാൻ പ്രകാശിപ്പിക്കുന്നു. എന്താണ് നമുക്കുണ്ടായ വൈക്ലഭ്യം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഇവിടെ ആധികാരികമായിട്ട് പലതരത്തിൽ പല രീതിയിൽ ഇവിടെ പ്രതിപാദിക്കുകയുണ്ടായി. ജെ നന്ദകുമാർ ജിയെ ക്ഷണിച്ചിട്ടുണ്ട്. അടുത്തതായി അടുത്തത് ശ്രീ ഈരോൻ രാജൻ അവർകളെ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ശ്രീ കൈതപുരം ദാമോദരൻ നമ്പൂതിരിപ്പാട് അവർകളെ സ്വാഗതം. അടുത്തതായി ശ്രീ ശരത് ചന്ദ്ര കർത്തയെ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി അജയ് ഗോപാൽ അവർകളെ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി യജ്ഞേശ്വരം ക്ഷേത്രത്തിലെ പ്രസാദ് ജിയെ സ്വാഗതം ചെയ്യുന്നു. പ്രസാദ് ജി വേദിയിലേക്ക് ഒന്ന് എത്തിച്ചേർന്നതാണ്. ഹരി ഓം. പ്രസാദേട്ടൻ ഒരു പ്രവർത്തനം നടത്തുന്ന ആചാര്യൻ കൂടിയാണ് പ്രസാദേട്ടൻ. അദ്ദേഹത്തിൻ്റെ ഒട്ടനവധി അമ്മമാർ ഇവിടെ ഇന്ന് ഹരിവരാസനത്തിന് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവർ തന്നെ ബസ് അവിടുന്ന് അറേഞ്ച് ചെയ്ത് ഇവിടെ എത്തുകയും ഈ യജ്ഞവേദിയെ, ഹരിവരാസന വേദിയെ പരിപൂർണമായും നമുക്ക് ശ്രേഷ്ഠമാക്കി തന്ന ഒരു മഹത് വ്യക്തിത്വമാണ് പ്രസാദേട്ടൻ. പ്രമദവനം ഹൃദരാഗം ചൂടി. അതാണ് കൃഷ്ണനെ പോലെയുള്ള ഒരാളാണ്. യദുകുല മധ്യമ തഴുകിയ മുരളിയിൽ ഒരു യുഗസംക്രമ ഗീതം നടത്തുമ്പോൾ എന്നിതാ പ്രമദവനം
ഋതുരാഗൻ ചൂടി വീണ്ടും. അടുത്തത് രാമായണത്തിലെ കഥാപാത്രമായിട്ട് രാമനെ പോലെ ഒരു രാജാവ് ഇവിടെ വീണ്ടും. ബ്രഹ്മശ്രീ മുല്ലപ്പള്ളി കൃഷ്ണ നമ്പൂതിരി, ആലുവ തന്ത്രപീഠം വർക്കിംഗ് പ്രസിഡന്റ്, കേരള ധർമാചാര്യ സഭ സംസ്ഥാന ജനറൽ സെക്രട്ടറി, കേരള ക്ഷേത്ര സംരക്ഷണ സമിതി സംസ്ഥാന ഉപാധ്യക്ഷൻ എന്നീ നിലകളിൽ പ്രവർത്തിക്കുന്നു. മഹാക്ഷേത്രങ്ങളിലെ തന്ത്രിമാരും നിരവധി മേൽശാന്തിമാരും ഉൾപ്പെടെ 100-ൽ പരം ശിഷ്യന്മാർ. ഈ അവാർഡുകൾ ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ക്ഷണിച്ചുകൊള്ളും. അടുത്തത് ഷാജൻ സർ, കുറച്ച് നേരത്തിന് ശേഷം